ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശങ്കറിനെയും ഗൗരിനെയും ആരതിനെയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ശങ്കർ അവിടെ കൈ കയറി പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും അതെ ശരിയാ, ആരതി ഒന്നും സംസാരിക്കണ്ട, പക്ഷേ നീ സംസാരിക്കണം, എന്താ നിൻ്റെ ഉദ്ദേശം എന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞു. ചേച്ചി വന്നേ നമുക്ക് പോവാം എന്ന് പറഞ്ഞ ആരതി. എന്നാൽ പിന്നെ നീ ഒന്ന് പോകണമെന്ന് കാണണമല്ലോ മോളെ എന്ന് പറഞ്ഞ് കൈ കയറി പിടിച്ചു. നീ എൻ്റെ കൂടെ തൃശ്ശൂർക്ക് വരണം എന്ന് പറഞ്ഞാൽ വരണം, അത്രേ ഉള്ളൂ. ശങ്കർ, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, മര്യാദയ്ക്ക് കൈവിട് എന്ന് പറഞ്ഞു. ഇല്ലാട്ടോ, ഞാൻ വിടില്ല, ഇത് ഞാനേ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ വെച്ച് പിടിച്ച കയ്യാ, അത് വിടില്ല. നിനക്ക് എന്തുട്ടാ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നീ ചെയ്യ എന്ന് പറഞ്ഞു. അങ്ങനെ നിന്നെ വിട്ടുകളയാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിന്നെ കല്യാണം കഴിച്ചത്? ശങ്കർ, ഈ വഴിയിൽ വെച്ച് ഇപ്പം നിങ്ങൾ എന്നോട് ചെയ്യുന്നത് ഒരു ഭർത്താവും ലോകത്തൊരു ഭാര്യയോടും ചെയ്യാത്ത കാര്യങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗൗരി ബലമായിട്ട് കൈയങ്ങ് വിടിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവരായ മനുഷ്യൻ പോലും സ്വന്തം ഭാര്യയോട് ഇങ്ങനെ ചെയ്യില്ല. നിങ്ങൾ ചോദിച്ചില്ലേ എൻ്റെ തീരുമാനം എന്താണെന്ന്? പറയാം, ഞാൻ എൻ്റെ തീരുമാനം തറപ്പിച്ച് പറയാം. ഒരു സ്ത്രീക്ക് ഏറ്റവും വലുത് അവളുടെ സെൽഫ് റെസ്പെക്റ്റാ. സ്ത്രീയുടെ അഭിമാനത്തെ സംരക്ഷിക്കുന്നവനാണോ അവനാണ് യഥാർത്ഥ പുരുഷൻ, യഥാർത്ഥ ഭർത്താവ്. ആ അർത്ഥത്തിൽ എനിക്ക് എൻ്റെ ഭർത്താവാകാനായിട്ടുള്ള യാതൊരു യോഗ്യതയും ഇല്ല ശങ്കർ ഭായ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ നിമിഷം എല്ലാ ബന്ധങ്ങളും ഈ നിമിഷം തന്നെ നമ്മൾ അവസാനിപ്പിക്കുക. ഇനി ഒരിക്കലും ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിങ്ങളെ എനിക്ക് കാണാൻ പറ്റില്ല. എൻ്റെ ഭർത്താവാകാനുള്ള യാതൊരു യോഗ്യതയും നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞിട്ട് ആരതിയുടെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് നേരെ ഗൗരി അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ശങ്കർ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് പറയാനാ, ഒന്നും പറയാനില്ല. ശങ്കർ കാണിച്ചത് മഹാ ബോറായിപ്പോയി. അപ്പം ഒന്നും മിണ്ടാതെ ഇവരങ്ങ് പോവുകയും ചെയ്തു. അതെ, ഗൗരിയും അതുപോലെ തന്നെ ആരതിയും കൂടി വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓട്ടോറിക്ഷയൊക്കെ പിടിച്ച് അവർ രണ്ടുപേരുടെ ഹോസ്പിറ്റലിൽ പോയതായിരുന്നല്ലോ. അപ്പോൾ വന്നും ആരതി, ഇന്ന് നടന്നതൊന്നും ഇവിടെ ആരോടും പറയല്ല. ഇതറിയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒക്കെ ആകെ ടെൻഷനാവും. അതുകൊണ്ടരുതാ ഞാൻ പറയരുതെന്ന് പറയണത്, മനസ്സിലായോ? നമ്മളെ വീട്ടിലുള്ളവർ വിഷമിക്കും എന്ന് കരുതി ചേച്ചി പലതും ഒറ്റയ്ക്ക് സഹിച്ചില്ലേ? അയാളെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തിയപ്പോഴും ഇതുപോലെ തന്നെ ചേച്ചി ആരോടും പറഞ്ഞില്ല, ഒത്തിരി സഹിച്ചില്ലേ? എന്നിട്ട് ഇപ്പം എന്തായി എന്ന് ചോദിച്ചു. എല്ലാവരും എൻ്റെ ചേച്ചിയെ തെറ്റുകാരിയാക്കിയില്ലേ? എല്ലാവരും കുറ്റം പറഞ്ഞില്ലേ? ഒരു സോറി പറയാത്തതിൻ്റെ പേരിൽ ചേച്ചിയെ തെറ്റുകാരാക്കിയ ശങ്കറിൻ്റെ ആ ഒരു മനോവൈകല്യം കൂടി മനസ്സിലാക്കാം എന്ന് പറഞ്ഞു. സ്വന്തം ഭാര്യയെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയതെന്ന് എങ്ങനെയാണെന്ന് എല്ലാവരും അറിയണം. ഞാനിവിടെ എല്ലാവരോടും പറയും എന്ന് പറഞ്ഞു. ആരതി മോളെ, ഞാൻ പറയുന്നതെന്ന് കേൾക്ക്. ചേച്ചി പറയുന്നത് നീ സമാധാനമായിട്ടൊന്ന് കേൾക്ക്. നോക്ക്, അല്ലെങ്കിൽ തന്നെ ചേച്ചിയുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും യാതൊരു സമാധാനവും ഇല്ല. അവർ അത്രയധികം വേദനിച്ചിരിക്കുമ്പോൾ ഇനി ഇതോടെ അറിഞ്ഞാൽ അവരാകെ ടെൻഷൻ കൂടുകയുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇക്കാര്യം ആരോടും പറയരുത്. ചേച്ചി, നമ്മുടെ അച്ഛനും അമ്മയും വിഷമിക്കുമെന്ന് കരുതിയിട്ടാ ആ ശങ്കർ ചേച്ചിയോട് ചെയ്ത പല ദ്രോഹങ്ങളും ചേച്ചി മറച്ചു വെച്ചത്. എന്നിട്ടൊടുവിൽ എന്താ പറയുക, കുറ്റം മുഴുവൻ ചേച്ചിക്കായില്ലേ? ശങ്കറിനെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയോ? നമ്മുടെ അമ്മ പോലും പറഞ്ഞെന്താ, ചേച്ചി ശാരങ്ങാട്ട് വീട് വിട്ട് വന്നത് ശരിയായില്ല എന്ന്. ആരതി നോക്ക്, ഞാൻ പറയുന്നത് നിനക്ക് ഈ ഗൗരി ചേച്ചി പറയുന്നത് നീ ഒന്ന് അനുസരിക്കില്ലേ എന്ന് ചോദിച്ചു. അനുസരിക്കും അല്ലേ? നീ ആരോടും ഒന്നും പറയില്ല അല്ലേ മോളെ എന്ന് ചോദിച്ചു. അപ്പോൾ അവസാനം ആരതി സമ്മതിച്ചു. ശരി, ഇനിയിപ്പോൾ ഗൗരി ചേച്ചി പറയുന്നത് കൊണ്ട് മാത്രം ഇപ്പം ഞാൻ ആരോടും ഒന്നും പറയണില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയണം എന്ന് പറഞ്ഞു. എന്താ അറിയേണ്ടത്? അയാളുടെ കാര്യം, ആ ശങ്കറിൻ്റെ കാര്യത്തിൽ ചേച്ചിയുടെ തീരുമാനം എന്താ എന്ന് ചോദിച്ചു. അപ്പോൾ ഗൗരി കുറേ നേരം മിണ്ടാതെ നിന്നു. എന്നിട്ട് ഗൗരി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആരതി ആകെ അബ്ദായിപ്പോയി. എന്താ ചേച്ചി ഇങ്ങനെ കാണിച്ചത് എന്ന് മനസ്സിലാവാതെ. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ പ്രൊഫസറെയാണ് കേട്ടോ. അപ്പോൾ പ്രൊഫസർ അതേ ഒരു ലിഫ്റ്റിൽ ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലിഫ്റ്റിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ധ്രുവനും ഗ്യാങ്ങും അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ പ്രൊഫസറെ. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? മുന്നിൽ നിന്ന് മാറ എന്ന് പറഞ്ഞു. എനിക്ക് പോകണം പ്രൊഫസർ സാർ. ശങ്കർ ഭായ് ഞങ്ങളോടൊക്കെ ചെയ്തതൊക്കെ ഞങ്ങൾ വേഗം മറന്നു പോകുന്ന സാർ അങ്ങ് വിചാരിച്ചോ എന്ന് ചോദിച്ചോ. അതെ, വെറുതെ പ്രൊഫസർ സാറിനെ ടെൻഷനാക്കല്ലേ ഷാനെ. പ്രൊഫസർ സാർ, ആ പാവം ഗൗരി ശങ്കർ ഭായിക്ക് കെട്ടിച്ചു കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇപ്പം എന്തായി? ഇപ്പം രണ്ടുപേരും തമ്മി തല്ലി പിരിഞ്ഞില്ലേ? ഗൗരി ആകെ വിഷമിച്ചിരിക്കുമായിരിക്കും അല്ലേ? എൻ്റെ മോളുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് എനിക്കറിയാം. അതിന് അവൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഞാൻ സമാധാനിപ്പിച്ചോളാം. അതിലൊന്നും നീ ഇടപെടണ്ട.
ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ പ്രൊഫസർ സാർ ദോഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ലെന്നേ. ശങ്കർ ഭായ് ഗൗരി ഉപേക്ഷിച്ചതൊക്കെ പാട്ടാണ്. അതെ, ആകെ നാണം കേട്ടില്ലേ പ്രൊഫസർ സാറേ? ശങ്കർ ഭായിയെ പോലെ ഗുണ്ടയായ ഒരാൾക്ക് ഒരു കാരണവശാലും ഗൗരിയെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നോ? അല്ലേ അല്ലേ ശരിയല്ലടാ എന്ന് ചോദിച്ചു. അതെ, വമ്പൻ അബദ്ധമാണ് പ്രൊഫസറെ കാണിച്ചത്. അപ്പോൾ ഗൗരിയുടെ ലൈഫ് സ്പോയിലായില്ലേ എന്ന് അഫ്സലും ഷാനും ഒക്കെ കൂടെ ഇങ്ങനെ പറയാണ്. അതെ, ശങ്കർ ഭായ് ഡിവോഴ്സിന് മൂവ് ചെയ്യാൻ തുടങ്ങിയായിരുന്നോ? ഉടനെ ഡിവോഴ്സ് ആവും, അതുറപ്പാ. അതെ, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇത്ര വേവലാതിപ്പെടേണ്ട കാര്യം എന്താ? ഡിവോഴ്സ് ആകുന്നെങ്കിൽ ഞങ്ങൾ അതങ്ങ് സഹിച്ചു. അതിനിപ്പോൾ എന്താ? ബാക്കിയുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ സമയത്ത് ആദ്യം സ്വന്തം മര്യാദയ്ക്കൊന്ന് ജീവിക്കാൻ നോക്ക്. മറ്റുള്ളവരുടെ കുറ്റം മാത്രം കണ്ടുപിടിച്ചാൽ പോരാ. അതെ, ശങ്കർ ഭായ് നിങ്ങൾക്ക് ചിലപ്പോൾ ഗുണ്ടയായിരിക്കാം, പക്ഷെ എനിക്ക് ഗുണ്ടയല്ല എന്ന് പറഞ്ഞു. മരുമോനോട് ഇപ്പോഴും പ്രൊഫസറിന് ഒടുക്കത്തെ സ്നേഹവും ആത്മാർത്ഥതയാണല്ലോ. പ്രൊഫസറെ, ഇത്രയും നല്ല മനുഷ്യനാവരുത് നിങ്ങൾ. നിങ്ങളുടെ ഈ സ്വഭാവം കൊണ്ടാണ് നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയത്. ഗൗരിയുടെയും ശങ്കർ ഭായിയുടെയും വിവാഹത്തിന് സാർ സമ്മതിച്ചു എന്നറിഞ്ഞപ്പോഴുണ്ടല്ലോ, എനിക്കത് വിശ്വസിക്കാനേ പറ്റിയില്ല. സംശയം ഉണ്ടെങ്കിലേ സാർ ദൈവന്മാരോട് ഇന്ന് ചോദിച്ചു നോക്കിയേ. അല്ലേടാ ശരിയല്ലേ എന്ന് പറഞ്ഞോ. സത്യ പ്രൊഫസർ സാർ. അതെ, ശരിക്കും പറഞ്ഞാൽ ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ധ്രുവൻ മച്ചാൻ ഫുൾ ഡെസ്പായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല പ്രൊഫസർ സാറേ, സാറിനെയും സാറിൻ്റെ കുടുംബത്തെയും ഉണ്ടല്ലോ ശങ്കർ ഭായിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ സഹായം ചെയ്തു എന്ന് സാറിനറിയോ എന്ന് ചോദിച്ചു. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും ഒരു പ്രയോജനം ഉണ്ടായില്ല. നീ എന്താ ഈ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചു ശ്യാം സാറ്. നീ എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്ത് സഹായം ചെയ്തു എന്നാണ് ഈ പറഞ്ഞു വരണത്? എൻ്റെ പൊന്നു മച്ചാനെ ഒന്ന് പറഞ്ഞുകൂട്, എന്തൊക്കെയാണ് സാറിൻ്റെ ആത്മാർത്ഥത നമ്മുടെ പ്രൊഫസർ സാറിനെ ഒന്ന് മനസ്സിലാവട്ടെന്നേ, ഒന്ന് പറയാ. ധ്രുവ, നിന്നോടാ ചോദിച്ചത് നീ എനിക്ക് എന്ത് സഹായം ചെയ്തതെന്നോ? ഞാൻ എന്താ ചെയ്തതെന്നോ? ആ നവീനെ തല്ലി ഹോസ്പിറ്റലിലാക്കിയത് ആരാന്നാ വിചാരിച്ചിരിക്കുന്നത്? അതെ, അതീ ഞാനാ. അയ്യോ, അതിൻ്റെ ക്രെഡിറ്റ് ഒന്നും ശങ്കർ ഭായിക്ക് കൊടുക്കരുത് കേട്ടോ. അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഈ ധ്രുവൻ മച്ചാനുള്ളതാ കേട്ടോ. പാവം കഷ്ടപ്പെട്ട് ചെയ്തതാ എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ നോക്കുവാണ് പ്രൊഫസറ്. അപ്പം നവീനെ തല്ലിയത് നീയായിരുന്നല്ലേ? അതിനു മുൻപ് ശങ്കർ ഭായിയും ഗൗരിയും ചേർത്ത് പ്രൊഫസറുടെ മുന്നിൽ വൃത്തികേട് എഴുതി വെച്ചിരുന്നില്ലേ? അതും ഈ നവീനെ തല്ലിയതും ഒക്കെ ഈ ഞാൻ തന്നെയാണ് എൻ്റെ പ്രൊഫസറെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഷോക്കായി പോയി കേട്ടോ. അതിൻ്റെ ഒക്കെ പഴയ ശങ്കർ ഭായിയുടെ വഴിയിൽ വീഴുമെന്നും പിന്നെ ഈ കല്യാണം മുടങ്ങും എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ വിചാരിച്ചതുപോലെ എൻ്റെ ഐഡിയ ഒന്നും വർക്കായില്ല എൻ്റെ പൊന്ന് പ്രൊഫസർ സാറേ. നമ്മുടെ എന്താ പറയുക, ഐഡിയ ഒന്നും വർക്കാകാതിരിക്കുമ്പം ഒരു തോൽവിയില്ലേ? അപ്പോഴെനിക്ക് വേറൊരു ഐഡിയ തോന്നിയത്. അങ്ങനെയാണ് നമ്മുടെ ഗൗരിയെ ഞാൻ ചെന്ന് കിഡ്നാപ്പ് ചെയ്തത്. അപ്പോൾ അതുകൂടെ കേട്ടപ്പോഴത്തേനും പ്രൊഫസറിന് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. ശങ്കർ നിരപരാധിയാണെന്ന്. അപ്പോൾ എൻ്റെ മോളെ തട്ടിക്കൊണ്ട് പോയത് നീയായിരുന്നു അല്ലേടാ എന്ന് ചോദിച്ച് അവനെ കയറി പിടിക്കാൻ ചെന്നു. അപ്പോഴത്തേനും പ്രൊഫസർ വീഴാൻ തുടങ്ങി കേട്ടോ. പ്രൊഫസറിനൊന്നും വയ്യാത്തതാണല്ലോ. അപ്പോൾ ധ്രുവൻ ഇങ്ങനെ കയറി പിടിച്ചിട്ട് ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കണം. എൻ്റെ പൊന്ന് പ്രൊഫസറെ, നിങ്ങളുടെ ഈ വയ്യാത്ത കൈവച്ച് നിങ്ങൾ എന്തായി കാണിക്കണത് എന്ന് ചോദിച്ചു. എടാ, നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നീ കരുതണ്ട. പ്രൊഫസറെ, നിങ്ങളൊന്ന് അടങ്ങ് പ്രൊഫസറെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. എനിക്കൊന്നും കേൾക്കണ്ട. നീ ചെയ്തതിനൊക്കെ നിനക്ക് തിരിച്ചു കിട്ടിയിരിക്കും. ഞാൻ തന്നിരിക്കും ഞാനത്. അത് ഞാൻ തന്നിരിക്കും എന്ന് പറഞ്ഞു പ്രൊഫസർ. അപ്പോൾ പോകാൻ തുടങ്ങിയപ്പം പ്രൊഫസറെ ഒന്ന് നിന്നേ. ഞാൻ ഗൗരിയെ കിഡ്നാപ്പ് ചെയ്തു എന്ന് മാത്രമല്ലേ സാറിനറിയൂ? ഞാൻ ആ സമയത്ത് ഗൗരിയുടെ കുറച്ച് ഫോട്ടോസ് എടുത്തിരുന്നു കേട്ടോ. പറയണോ? പ്രൊഫസർ സാറ് ഒന്നും ഞെട്ടി. അല്ലേ പ്രൊഫസറെ എന്ന് ചോദിച്ചു. അപ്പോൾ ധ്രുവൻ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. സാർ ഈ ഫോട്ടോസൊക്കെ ഒന്ന് നോക്കിയേ എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരീനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ആ വണ്ടിയിൽ ഇങ്ങനെ കിടത്തിയിട്ട് അവനിങ്ങനെ തലയിലൊക്കെ തലോടിയിരിക്കുന്ന ആ ഫോട്ടോസ് അത് കാണിച്ചാണ് നമ്മുടെ പ്രൊഫസറെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പ്രൊഫസർ ആകെ പേടിച്ചു പോയി കേട്ടോ. അപ്പോൾ പ്രൊഫസറിന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യാനാ, ഇവനോട് എന്ത് പറയാനാ എന്നറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇനി ഇത് മാത്രമല്ല കേട്ടോ, കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ. അതെ, അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു ധ്രുവൻ. അപ്പോൾ ഈ പുറകിൽ നിന്നവന്മാർ പറയണം, എൻ്റെ മച്ചാനെ അതുകൂടെ കാണിച്ചു കൊടുക്കുക. അയ്യോ, അത് വേണ്ടടാ. ആ സ്വന്തം മോളെ ഒരച്ഛൻ ആ രൂപത്തിൽ കാണുന്നത് ശരിയല്ലല്ലോ. പ്രത്യേകിച്ച് പ്രൊഫസറിനെ പോലെ ഒരു പാവം മനുഷ്യൻ സ്വന്തം എന്താ പറയുക ഫുള്ളായിട്ട് കണ്ടാൽ അത് സഹിക്കാൻ പറ്റുമോ? നീ എൻ്റെ മോളെ എന്ന് ചോദിച്ചു. പ്രൊഫസർ സാറേ, ഇങ്ങനെ ടെൻഷൻ അടിക്കുമൊന്നും വേണ്ട കേട്ടോ. ആ ഫോട്ടോസൊന്നും നമ്മുടെ മച്ചാമാവർ പോലും കാണിച്ചിട്ടേ ഇല്ല കേട്ടോ. സാറ് വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. എടാ, നീ എൻ്റെ മോളുടെ ജീവിതം നശിപ്പിക്കരുത് എന്ന് പറഞ്ഞു. ധ്രുവ, ഞാൻ നിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയാം. നീ പറ, നീ എൻ്റെ മോളുടെ ജീവിതം തകർക്കരുത്.
അയ്യോ പ്രൊഫസർ ഇങ്ങനെ സങ്കടപ്പെടല്ലേ സാറേ, ഇപ്പം എന്നെയും കൂടെ വിഷമിപ്പിക്കുകയാണല്ലോ. ഉടനെ ഇവൻ കണ്ണുനീരൊക്കെ വരുത്തിയിട്ട് എടാ എൻ്റെ കണ്ണ് നിറഞ്ഞില്ലേടാ എന്ന് ചോദിച്ചു. ആ ശരിയാ ധ്രുവമച്ചാൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ, സങ്കടം വരുന്നുണ്ട് എന്ന് ഇവന്മാരും പറഞ്ഞു. ഇതൊക്കെ മോശാട്ടോ എൻ്റെ പൊന്നോ, നിങ്ങൾ എന്തിനാ എൻ്റെ മോളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ധ്രുവ നീ ആ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളാ എന്ന് പറഞ്ഞു. അതെ ഞാൻ നിൻ്റെ മുൻപിൽ കൈ കൂപ്പി യാചിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ശ്യാം സാറ് പാവം ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ മോളുടെ ലൈഫ് നീ ആയിട്ട് നശിപ്പിക്കരുത്, നിനക്കെന്താ വേണ്ടത് എന്ന് പറഞ്ഞു. നിനക്കെന്താ വേണ്ടതെന്ന് പറഞ്ഞു, ഞാൻ തരാം. ഇപ്പം പ്രൊഫസർ കറക്റ്റ് പോയിന്റിൽ അതേണ്ട എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഗൗരിയെ ദ്രോഹിച്ചിട്ട് ഇപ്പം എനിക്കെന്ത് കിട്ടാനാ? ഒന്നും കിട്ടാനില്ല. ഞാൻ ഈ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്തേക്കാം. പക്ഷേ പ്രൊഫസർ ഒരു കാര്യം ചെയ്യണം, എനിക്കൊരു 10 ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞു. 10 ലക്ഷം രൂപയോ? ധ്രുവ എന്താ പറയണത് എന്ന് ചോദിച്ചു. അതെ എൻ്റെ പൊന്നോ സാറേ, ചാരങ്ങാട്ടെ ബന്ധുവായ സാറിന് 10 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലേ ഉള്ളൂ. അതൊരു വലിയ തുകയാണോ എന്ന് പറഞ്ഞു. ധ്രുവ എന്ന് വിളിച്ചു കേട്ടോ. പ്രൊഫസർ സാറേ, സാറിന് പോകേണ്ടതല്ലേ, സാറിന് തിരക്കില്ലേ, സാറ് ചെന്നാട്ടെ, ഞാനിനി ബുദ്ധിമുട്ടിക്കുന്നില്ല കേട്ടോ. സാർ അങ്ങോട്ടേക്ക് ചെന്നോ. പിന്നെ ഉണ്ടല്ലോ സാറ് ഈ കാര്യം ഒന്ന് ഓർപ്പിച്ചാൽ മതി, അല്ലെങ്കിലുണ്ടല്ലോ ഇത് ചിലപ്പോൾ എവിടെയൊക്കെ പോകുന്നു എനിക്ക് തന്നെ പറയാനാവില്ല എന്ന് പറഞ്ഞ് ഈ ധ്രുവൻ ഇതും കൊണ്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ പാവം ശ്യാം സാർ ആകെ പേടിച്ച പോലെ ആയിപ്പോയി കേട്ടോ. വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ എത്തിയിരിക്കുകയാണ്. പിന്നെ കാണും നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ് നമ്മുടെ ശങ്കർ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. ശങ്കർ ആകെ ഇത് തകർന്നടിഞ്ഞെത്തിയെന്ന് പറയാം, അതുപോലത്തെ ഒരവസ്ഥയിലാണ് വരുന്നത്. അപ്പം മഹാദേവനും രാധ ഇറങ്ങി വരുവാണ്. മഹാദേവൻ്റെ പെർഫോമൻസ് ഉഗ്രനാണ് കേട്ടോ. ആഹാ അതാരാ ഇത്? എവിടെ നിന്റെ ഗൗരി എവിടെ എന്ന് ചോദിച്ചു. എടാ അവൾ നിൻ്റെ ഒപ്പം വന്നില്ലേ? അതോ ഇനിയിപ്പം നീ നിൻ്റെ പെണ്ണിനെ പുറത്ത് നിർത്തിയിരിക്കുകയാണോ? എടി രാധേ, നമ്മൾ ചെന്ന് വിളിച്ചുകൊണ്ട് വരുമോ? നമ്മൾ രണ്ടുപേരുടെ ചെന്ന് മരുമോളെ ആനയിച്ച് കൊണ്ടുവരേണ്ടി വരുമോ എന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെ മിണ്ടാ നിൽക്കണം. എൻ്റെ കുട്ടിശങ്കറിന് മനസ്സിലായി എന്തിട്ടാന്ന് അറിയില്ലല്ലോ. എടാ എന്താടാ മോനെ, അതാണോ നിൻ്റെ പെണ്ണിൻ്റെയും മനസ്സിൽ എന്താ പ്ലാനിങ്, അങ്ങനെയാണോ എന്ന് ചോദിച്ചു. എടാ കുട്ടിശങ്കര, നീ എന്താടാ ഇങ്ങനെ അവളെ പുറത്ത് നിർത്തിയിരിക്കണത്? ഇങ്ങോട്ടേക്ക് വിളിക്കടാ എന്ന് പറഞ്ഞു. മാപ്പ് പറയാൻ അവളെ തയ്യാറായില്ലല്ലേ എന്ന് ചോദിച്ചു രാധ. ഇല്ല, ഇത് അമ്മയ്ക്കും അച്ഛനും നേരത്തെ അറിയാമായിരുന്നല്ലോ. എന്നിട്ട് എന്നെ കുരങ്ങ് കളിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ പറഞ്ഞു വിട്ടത്? അത് ശരി, അപ്പം കുറ്റം ഞങ്ങളുടെ ആയില്ലേ എന്ന് ചോദിച്ചു. ശരിയാ, ഞങ്ങൾ തന്നെയാ തെറ്റുകാർ. അവൾ മാപ്പ് പറഞ്ഞാൽ നിൻ്റെ കൂടെ വരും എന്ന് ഞങ്ങൾ വിശ്വസിച്ചു. അതാടാ കുട്ടിശങ്കര ഞങ്ങൾ ചെയ്ത തെറ്റ്. എടാ മോനെ, നീ ഇപ്പോഴും നിൻ്റെ ഭാര്യയെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാ സത്യം. എന്തെങ്കിലും വഴക്കോ അടിയുണ്ടാക്കി അവൾക്ക് ഈ വീട്ടിൽ നിന്ന് പോകണമായിരുന്നു. കൃത്യമായിട്ടൊരു കാരണം കിട്ടിയപ്പം അവൾ പോയി, അതാ സത്യം. അവൾക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരികയും വേണ്ട. ഇത് നീ മനസ്സിലാക്കാത്തത് ആരുടെ കുറ്റമാ എന്ന് ചോദിച്ചു രാധ. ഗൗരി എന്തിനാ മാപ്പ് പറയണത്? അവൾ എന്ത് തെറ്റാ ചെയ്തത്? ചെയ്യാത്ത തെറ്റിന് മാപ്പ് പറയേണ്ട ഒരാവശ്യമില്ല എന്ന് പറഞ്ഞു. ഓഹോ, അപ്പോൾ ഇത് അവളോ നിന്നെ പറഞ്ഞു പഠിപ്പിച്ച് വിട്ടതാ അല്ലേ കുട്ടിശങ്കര എന്ന് ചോദിച്ചു. അത് ഉറപ്പല്ലേ എന്ന് രാധേ. ഇതെന്നെ ഗൗരി എന്നെ ചോദിപ്പിക്കുന്നൊന്നുമല്ല കേട്ടോ, എനിക്ക് തോന്നിയിട്ട് അങ്ങ് ചോദിച്ചു എന്ന് മാത്രം. ഗൗരി എന്തിനാ മാപ്പ് പറയണത്? അല്ലടാ മോനെ കുട്ടിശങ്കര, ഇത് നിനക്ക് തോന്നിയ തോന്നലാണ് എങ്കിൽ ഗൗരി മാപ്പ് പറയണം എന്ന അച്ഛൻ പറഞ്ഞ ആ ഓൺ ദ സ്പോട്ടിൽ അപ്പം തന്നെ ഈ കാര്യം എന്താ പറയാതിരുന്നത് മോനെ എന്ന് ചോദിച്ചു. നീ ആഹാരം പോലും കഴിക്കാണ്ട് തിരുവനന്തപുരത്തേക്ക് ഓടിപ്പിടച്ച് പോയത് എന്തിനാ എന്ന് ചോദിച്ചു. എന്നിട്ടേ വാല് മുറിഞ്ഞ് തിരിച്ചു വന്നിട്ട് അവളെ ന്യായീകരിക്കണു എന്ന് പറഞ്ഞു അച്ഛൻ. എടാ മോനെ, അവൾക്ക് നിൻ്റെ കൂടെ ജീവിക്കാനായിട്ട് ഒരാഗ്രഹവും ഇല്ല. നീ സ്നേഹിക്കുന്നത് പോലെ അവൾ നിന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി അവൾ മാപ്പ് പറഞ്ഞേനെ മോനെ. നിൻ്റെ അച്ഛനോടും അമ്മയോടും മാപ്പ് പറഞ്ഞെങ്കിൽ അവൾ എന്താ ചെറുതായി പോവോ എന്ന് ചോദിച്ചു. അവളുടെ മനസ്സിലിപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷെ നിനക്കാ ഒന്നും മനസ്സിലാവാത്തത് എന്ന് പറഞ്ഞു. എടാ കുട്ടിശങ്കര, ഒരു കാര്യം മനസ്സിലാക്കുക, നിൻ്റെ അച്ഛനെ അപമാനിച്ചിട്ട് ഇവിടുന്ന് പോയോളാണ് നിൻ്റെ പെണ്ണ്, അറിയാലോ നിനക്ക്. എന്നിട്ടേ അവളെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരണമെന്ന് നീ പറഞ്ഞപ്പോൾ അച്ഛൻ തടഞ്ഞില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയാവോ മോന് എന്ന് ചോദിച്ചു. അതെ, അച്ഛനെ നിന്നോട് സ്നേഹമുള്ളതുകൊണ്ടാ, നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാ, നീ സന്തോഷിച്ച് ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അല്ലെങ്കിലേ അറിയാലോ, അച്ഛൻ്റെ സ്വഭാവത്തിന് അച്ഛൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴും കുട്ടിശങ്കരൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ നിപ്പ് കണ്ടപ്പോൾ എന്തോ പോലെ തോന്നി. എടാ ഇപ്പം എന്തിട്ടാടാ ഉണ്ടായത് എന്ന് ചോദിച്ചു. അവളെ സ്വീകരിക്കാനായിട്ട് നമ്മളെല്ലാവരും ഇവിടെ റെഡിയാണ്.
പക്ഷേ അവൾക്ക് ഇങ്ങോട്ട് വരാനായിട്ട് താല്പര്യമില്ല. അതാ സത്യം. നിന്റെ കൂടെ ജീവിക്കാൻ അവൾക്ക് ഇഷ്ടമല്ലടാ. ആ തറിഞ്ഞു വെച്ചോണ്ട് നീ എന്തിനാടാ, പിന്നെ എന്തുട്ടിനാടടാ ഈ നാണം കെട്ട പണിക്ക് നീ നിൽക്കണത് എന്ന് ചോദിച്ചു. അപ്പോഴും മിണ്ടുന്നില്ല. നിന്റെ ഭാര്യയുടെ അടുത്ത് നിനക്ക് നിന്റെ അച്ഛനോടും അമ്മയോടും തിരിച്ചൊരു ഡയലോഗ് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയല്ലോ മോനെ. മിണ്ടാണ്ട നീ ഇങ്ങനെ നിൽക്കണ നെപ്പ് കണ്ടിട്ട് അച്ഛന് സങ്കടം വരണുണ്ട് കേട്ടോ മോനെ. കുട്ടിശങ്കര, ഇനിയെങ്കിലും നീ ആണുങ്ങളെപ്പോലെ തന്നെ ജീവിക്കാൻ നോക്ക്. അപ്പം രാധ പറഞ്ഞു, മോനെ നീ അവൾ പോയതിനു ശേഷം അനുഭവിക്കുന്ന വേദന ആർക്കും മനസ്സിലായില്ലെങ്കിലും ഈ അമ്മയ്ക്ക് മനസ്സിലാവും. നീ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ടോ ഉറങ്ങിയിട്ടോ എത്ര ദിവസമായി മോനെ? ആർക്ക് വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ സ്വയം നശിക്കുന്നത് എന്ന് ചോദിച്ചു. അതെ, നീ ഇത്രയൊക്കെ അനുഭവിക്കുമ്പോൾ നിനക്ക് വേണ്ടിയിട്ടൊന്ന് മാപ്പ് പറയാൻ പോലും അവൾ തയ്യാറായോ? ഇതാണോടാ സ്നേഹം? പറ, ഇതാണോ സ്നേഹം? സ്വന്തം ഭർത്താവിനോട് ആത്മാർത്ഥതയുള്ളവളാണ് ഭാര്യയെങ്കിൽ അവൾ ഇങ്ങനെ ചെയ്യായിരുന്നോ? ഒരിക്കലും ചെയ്യില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴും മിണ്ടാതെ നിന്നു. രാധേ, മതിയടി, ഇനി നമ്മളായിട്ട് അവനെ വെറുതെ വേദനിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് മഹാദേവൻ അങ്ങോട്ടേക്ക് പോയി. മഹാദേവൻ ആ നിപ്പ് കണ്ടപ്പോൾ സങ്കടമായി കേട്ടോ ശരിക്കും. അപ്പം രാധയ്ക്ക് ഒരുപാട് സന്തോഷമായത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇനി അവൾ വരണ്ടല്ലോ എന്ന് ഓർത്തിട്ട് എങ്ങനെ അവളെ പുറത്താക്കുമെന്ന് ആലോചിച്ച് നിൽക്കുമായിരുന്നു രാധ. അപ്പോഴാണ് ഒരു അവസരം വീണ് കിട്ടിയത്. അതോടെ രാധ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കണം. മഹാദേവൻ ഇങ്ങനെ തീരെ വെരുക്ക് നടക്കുന്ന പോലെ നടക്കുകയാണ്. അപ്പം ശേഖരൻ അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ. എടാ, അവൻ എവിടെ പോയടാ? കുട്ടിശങ്കരൻ എവിടെ പോയി എന്ന് ചോദിച്ചു. അവൻ മുറിയിലൊന്നും ഇല്ലച്ചാ എന്ന് പറഞ്ഞു. അവൻ വീണ്ടോ എവിടേക്കോ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. ആരോടും ഒന്നും പറഞ്ഞിട്ടുമില്ല. ഷു, ഈ കന്നാലി ഇത് എന്തൊക്കെ കാട്ടണത് എന്ന് ചോദിച്ചു. അച്ഛാ, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം അച്ഛനോട് പറയട്ടെ. അച്ഛനെൻ്റെ നേരെ ചാടിക്കടിക്കാൻ വരില്ല കേട്ടോ. എൻ്റെ പൊന്ന് ശേഖര, എന്തിട്ടാന്ന് വെച്ചാൽ നീ ഒന്ന് എഴുന്നള്ളിക്ക്. അച്ഛാ, അവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല കേട്ടോ. അവൻ്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് അച്ഛനൊരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. അല്ലേ ചെക്കൻ കൈവിട്ട് പോവേ. പറഞ്ഞിട്ടൊരു കാര്യമില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഷു, ആ പെണ്ണിൻ്റെ പിന്നാലെയുള്ള ഭ്രാന്ത് പിടിച്ചിട്ടുള്ള അവൻ്റെ ഒരു ഓട്ടം ഉണ്ടല്ലോ, അതൊന്ന് അവസാനിപ്പിക്കണം. എങ്കിൽ അല്ലാണ്ട് അവൻ നന്നാവില്ല. അത് കറക്റ്റ് അച്ഛാ എന്ന് പറഞ്ഞു. അപ്പം അതിനിപ്പോൾ ഒരേ ഒരു വഴിയുള്ളൂ എന്ന് പറഞ്ഞു. എന്താച്ചാ എന്ന് ചോദിച്ചോ. നമുക്കേ നമ്മുടെ കുട്ടിശങ്കരനെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ വേണി ഇതേ വന്നു. അപ്പോൾ വേണി കേട്ടോണ്ട് നിൽക്കുകയാണ്. പുതിയൊരു കല്യാണം, നല്ലൊരു പെണ്ണ് വന്നാലേ ചിലപ്പോൾ കുട്ടിശങ്കരനെ മാറ്റം ഉണ്ടായാലോ എന്ന് പറയുന്നു. അച്ഛനെ, ഈ പറഞ്ഞ കാര്യം നടന്നാൽ അവനും രക്ഷപ്പെട്ടു, നമ്മുടെ ചാരങ്ങാട്ട് ഫാമിലിയും രക്ഷപ്പെട്ടു. അതാണ്. പക്ഷെ നടക്കുമോ അച്ഛാ എന്ന് ചോദിച്ചു. എനിക്ക് ഒരു പ്രതീക്ഷയില്ല കേട്ടോ, അവ സമ്മതിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു ശേഖരൻ. മോനെ ശേഖര, ഈ ചാരങ്ങാട്ട് മഹാദേവൻ ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ ഏത് വഴിക്കാണെങ്കിലും ആ പരിപാടി നടത്തിയിട്ടേ നിൻ്റെ അച്ഛൻ അടങ്ങൂ എന്ന് നിനക്കറിയാലോ. അപ്പോൾ വേണി ഇത് കേട്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ. അതും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു വേണി അങ്ങോട്ട് ചെന്നു. അച്ഛൻ എന്തിട്ടാ ഈ പറഞ്ഞത് എന്ന് ചോദിച്ചു. നമ്മുടെ ചേട്ടച്ചാരെ വേറെ കല്യാണം കഴിപ്പിക്കാന്നോ? എൻ്റെ പൊന്നച്ഛ, അച്ഛൻ എന്തിട്ടായി പറ്റിയത്? എൻ്റെ വേണിമോളെ, നമ്മുടെ കുട്ടിശങ്കരൻ ആ പെണ്ണിൻ്റെ പോലെ ഭ്രാന്തനെ പോലെ അലയുന്നത് നീ കാണുന്നില്ലേ? നമ്മുടെ ഏട്ടൻ്റെ കയ്യിലിരിപ്പുകൊണ്ടല്ലേ ഏട്ടൻ ഈ പണി കിട്ടിയത്. അതെ, അച്ഛനോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം കേട്ടോ. അച്ഛൻ വെറുതെ എമ്മാതിരി പൊട്ടത്തരമൊന്നും ആലോചിച്ച് കൂട്ടരുത് കേട്ടോ എന്ന് പറഞ്ഞു വേണി. അതെ, അങ്ങനെ എങ്ങാണ്ട് സംഭവിച്ചാലുണ്ടല്ലോ എൻ്റെ ഫ്യൂച്ചർ എന്താവുമെന്ന് അച്ഛനൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏട്ടൻ ചുള്ളനാണ്, ചാരങ്ങാട്ട് മഹാദേവൻ്റെ മോനുമാണ്. അച്ഛൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്, അതെനിക്കറിയാം. ഏട്ടനെ പുതിയ പെണ്ണിനെ കിട്ടാനൊന്നും വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ എനിക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ. അതെ, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ല, മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് എൻ്റെ ലൈഫ് ഇതുവരെ മുന്നോട്ട് പോയത്. അങ്ങനെ എപ്പോഴും പറ്റില്ല അച്ഛാ. അതുകൊണ്ട് എൻ്റെ ലൈഫ് മറ്റുള്ളവർക്ക് വേണ്ടി തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല. അച്ഛൻ അതിന് കൂട്ടു നിൽക്കരുത് എന്ന് തന്നെ വേണി പറഞ്ഞു. അപ്പോൾ ആകെ ധർമ്മസങ്കടത്തിലായി മഹാദേവൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.